നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അങ്ങനെ ലോകം വീണ്ടും ഒരു അർജന്റീനൻ വസന്തത്തിന് സാക്ഷ്യം വഹിക്കാൻ പോകുന്നു. ആവേശം കൊടുമുടി കയറിയ സെമി പോരാട്ടത്തിൽ ഇംഗ്ലണ്ടിന്റെ നെഞ്ചു പിളർന്ന് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന തുടർച്ചയായി രണ്ടാം ലോകകപ്പ് ഫൈനലിലേക്ക് യോഗ്യത നേടിയതോടെ ലോകം ഫുട്ബോൾ മിശിഹായ്ക്ക് വാഴ്ത്തുപാടുകയാണ്. തോൽവി ഉറപ്പിച്ചിടത്ത് നിന്ന് 7 മിനിറ്റിനുള്ളിൽ ഇംഗ്ലീഷ് കോട്ട തകർത്ത് തരിപ്പണമാക്കിയാണ് മെസ്സിയും സംഘവും കലാശപ്പോരിന് ടിക്കറ്റ് എടുത്തത്. 1-2 ഗോളുകൾക്കായിരുന്നു ലാറ്റിൻ അമേരിക്കൻ കരുത്തരുടെ മാസ്മരിക വിജയം. കളിയിലുടനീളം മെസ്സി എന്ന ഒറ്റ പേരിലാണ് അർജന്റീന വിജയം എഴുതി ചേർത്തത്. ടീം നേടിയ 2 ഗോളുകൾക്കും വഴിയൊരുക്കിയത് സാക്ഷാൽ ലയണൽ മെസ്സി എന്ന സുൽത്താനായിരുന്നു. ഇതോടെ ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റുകൾ നൽകിയ താരമെന്ന റെക്കോർഡും മെസ്സി തന്റെ പേരിൽ തുന്നിച്ചേർത്തു. മത്സരത്തിൽ 55-ാം മിനിറ്റിൽ മോർഗൻ റോജേഴ്സിന്റെ ക്രോസിൽ നിന്നും ആന്റണി ഗോർഡൻ ഇംഗ്ലണ്ടിനെ മുന്നിലെത്തിച്ചപ്പോൾ ലോകമെമ്പാടുമുള്ള അർജന്റീനൻ ആരാധകർ ശ്വാസമടക്കി പിടിച്ചിരിക്കുകയായിരുന്നു. കളി 84-ാം മിനിറ്റിലേക്ക് കടന്നിട്ടും ഗോൾ മടങ്ങാത്തതോടെ ഇംഗ്ലീഷ് പട ജയം ഉറപ്പിച്ചു. എന്നാൽ അവിടെയാണ് മിശിഹ കളം നിറഞ്ഞത്. 85-ാം മിനിറ്റിലെ മാന്ത്രിക സ്പർശം കണ്ടു. കളി തീരാൻ 5 മിനിറ്റ് മാത്രം ബാക്കി നിൽക്കെ മെസ്സിയുടെ പാസിൽ നിന്ന് എൽക്കോ ജോബോയുടെ പ്രിയപുത്രൻ എൻസോ ഫെർണാണ്ടസ് തൊടുത്തുവിട്ട മാരക ലോങ് റേഞ്ചർ ഇംഗ്ലീഷ് വലയിലേക്ക് തുളച്ചു കയറി. അർജന്റീനയ്ക്ക് സമനില 1-1. ഇഞ്ചുറി ടൈമിലെ ഗോളിലൂടെ വിജയമെത്തി. സമനിലയിൽ കളി തീരുമെന്ന് കരുതിയിരിക്കെ ഇഞ്ചുറി ടൈമിൽ മെസ്സിയുടെ അളന്നു മുറിച്ച അസിസ്റ്റിൽ ലൗട്ടാരോ മാർട്ടിനീസ് അർജന്റീനയുടെ വിജയ ഗോൾ കുറിച്ചു. ഇംഗ്ലീഷ് പ്രതിരോധത്തിന്റെ നെഞ്ചു തകർത്തുകൊണ്ട് അർജന്റീന ഫൈനലിലേക്ക്. സ്വിറ്റ്സർലാൻഡിനെതിരായ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ തന്നെ മെസ്സി ചരിത്രം തിരുത്തി കുറിച്ചിരുന്നു. അന്ന് 1-3 ഗോളുകൾക്ക് സ്വിസ് പടയെ തകർത്ത മത്സരത്തിൽ 10-ാം മിനിറ്റിൽ അലക്സിസ് മാർക്ക് എലിസർ നേടിയ ആദ്യ ഗോളിന് വഴിയൊരുക്കിയതോടെയാണ് മെസ്സിയുടെ അസിസ്റ്റുകളുടെ എണ്ണം 10-ആയി ഉയർന്നത്. ഇത് സെമി ഫൈനലിലേക്ക് എത്തിയതോടെ 12-ആയി ഉയർന്നിരിക്കുകയാണ്. 9 അസിസ്റ്റുകളുമായി പതിറ്റാണ്ടുകളായി സിംഹാസനത്തിലിരുന്ന വെസ്റ്റ് ജർമ്മനിയുടെ ഫ്രിറ്റ്സ് വാൾട്ടറുടെ റെക്കോർഡാണ് മെസ്സി ഇതോടെ പഴങ്കഥയാക്കിയത്. ലോകകപ്പ് ചരിത്രത്തിൽ ഇരട്ട അസിസ്റ്റ് തികയ്ക്കുന്ന ആദ്യ താരമെന്ന സുവർണ സിംഹാസനവും ഇനി മെസ്സിക്ക് മാത്രം സ്വന്തം. ഈ ലോകകപ്പിൽ ഗോൾ വേട്ടയിൽ മുന്നിലെങ്കിലും കളി നിയന്ത്രിക്കുന്നത് മെസ്സി തന്നെയാണ്. 8 ഗോളും 2 അസിസ്റ്റും ഉൾപ്പെടെ 10 ഗോൾ പങ്കാളിത്തമാണ് ഈ ടൂർണമെന്റിൽ മാത്രം മെസ്സിക്കുള്ളത്. കഴിഞ്ഞ 2022 ലോകകപ്പിലും മെസ്സി 10 ഗോൾ പങ്കാളിത്തം സ്വന്തമാക്കിയിരുന്നു. തുടർച്ചയായ 2 ലോകകപ്പുകളിൽ 10-ലധികം ഗോൾ പങ്കാളിത്തം നേടുന്ന ലോകത്തിലെ രണ്ടാമത്തെ മാത്രം താരമെന്ന റെക്കോർഡും മെസ്സി സ്വന്തമാക്കി. ഫ്രാൻസിന്റെ സൂപ്പർ താരം കിലിയൻ എംബാപ്പെ മാത്രമാണ് ഇതിനു മുമ്പ് ഈ നേട്ടം കൈവരിച്ചിട്ടുള്ളത്. ക്വാർട്ടറിൽ സ്വിറ്റ്സർലാൻഡിന്റെ അധിക സമയത്ത് യൂലിയൻ അൽഫാരസും ലൗട്ടാരോ മാർട്ടിനീസും നേടിയ ഗോളുകളിൽ തറ പറ്റിച്ച് സെമിയിലെത്തിയ മെസ്സിപ്പട ഇപ്പോൾ ഇംഗ്ലണ്ടിനെയും കടത്തിവെട്ടി ഫൈനലിലേക്ക് മാർച്ച് ചെയ്യുമ്പോൾ ലോകം ചോദിക്കുന്നത് ഒന്നേയുള്ളൂ: ഇനി ഈ മിശിഹായെ തടയാൻ സ്പാനിഷ് സംഘത്തിന് സാധിക്കുമോ എന്നതാണ്. ലോകകപ്പ് ഫുട്ബോളിന്റെ ചരിത്രത്തിൽ വിധിയുടെ നിയോഗം പോലെ കുറിക്കപ്പെടുന്ന അപൂർവ നിമിഷങ്ങൾ കുറവല്ല. എന്നാൽ വരാനിരിക്കുന്ന ഞായറാഴ്ച ന്യൂജേഴ്സിയിലെ ഈസ്റ്റ് റൂദർഫോർഡിൽ അരങ്ങേറുന്ന ലോകകപ്പ് ഫൈനലിന് പിന്നിൽ കായിക ലോകത്തെ അമ്പരിപ്പിക്കുന്ന മറ്റൊരു വശമുണ്ട്. നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയും യൂറോപ്യൻ ചാമ്പ്യന്മാരായ സ്പെയിനും കിരീടത്തിനായി ഏറ്റുമുട്ടുമ്പോൾ അത് 39-കാരനായ ലയണൽ മെസ്സിയും 19-കാരനായ ലാമിൻ യമാലും തമ്മിലുള്ള ആദ്യ മൈതാന പോരാട്ടം കൂടിയാണ്. എന്നാൽ ഫുട്ബോൾ ലോകത്തെ ഏറ്റവും വലിയ ഈ അത്ഭുതങ്ങൾ ഇരുവരും നേർക്കുനേർ വരുന്ന ആദ്യത്തെ സന്ദർഭം ഇതായിരിക്കില്ല. ഇന്ന് ലോക ഫുട്ബോളിലെ എക്കാലത്തെയും മഹാനായ താരവും അദ്ദേഹത്തിന്റെ പിൻഗാമി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന യുവതാരവും തമ്മിൽ പോരാടുമ്പോൾ ഓർമ്മകളിലേക്ക് ഓടിയെത്തുന്നത് 2 പതിറ്റാണ്ട് പഴക്കമുള്ള ഒരു ഫോട്ടോഷൂട്ടാണ്. അന്ന് മെസ്സി ബാഴ്സലോണയിൽ ഉദിച്ചുയരുന്ന 20 വയസ്സുള്ള ഒരു യുവതാരം മാത്രമായിരുന്നു. യമാലാകട്ടെ അമ്മയുടെ മടിയിലിരിക്കുന്ന ഏതാനും മാസങ്ങൾ മാത്രം പ്രായമുള്ള ഒരു പിഞ്ചു കുഞ്ഞും. അന്ന് മെസ്സിയുടെ കൈകളിൽ കിടന്ന് കുളിച്ച ആ കുഞ്ഞാണ് ഇന്ന് അതേ മെസ്സിയുടെ ലോകകപ്പ് സ്വപ്നങ്ങൾക്ക് ഏറ്റവും വലിയ ഭീഷണിയായി ഫൈനലിൽ അവതരിക്കുന്നത്. അവിശ്വസനീയമെന്ന് തോന്നാമെങ്കിലും ഈ അത്യപൂർവ കൂടിക്കാഴ്ചയുടെ വ്യക്തമായ ചിത്രങ്ങളും തെളിവുകളും ഇന്ന് കായിക ലോകത്ത് ലഭ്യമാണ്. 2 വർഷം മുമ്പ് സ്പെയിൻ യൂറോ കപ്പ് വിജയിച്ച സമയത്താണ് ഈ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും തരംഗമായത്. 2 ഇതിഹാസങ്ങളുടെ തുടക്കമെന്ന അടിക്കുറിപ്പോടെ യമാലിന്റെ പിതാവ് മുനീർ നസ്രോയി പങ്കുവച്ച ആ ചിത്രം ഇന്ന് ലോകകപ്പ് ഫൈനലിന്റെ പശ്ചാത്തലത്തിൽ പുതിയ അർത്ഥങ്ങൾ കൈവരിക്കുകയാണ്.
ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫറായ ജോവാൻ മോൺഫോർട്ട് എടുത്ത ആ ചിത്രങ്ങൾക്ക് പിന്നിലൊരു ജീവകാരുണ്യ കഥയുമുണ്ട്. 2007 ശരത്കാലത്തായിരുന്നു ആ സംഭവം. കെറ്റാലൻ ദിനപത്രമായ ദിയാരിയോ സ്പോർട്ടുമായി ചേർന്ന് യൂണിസെഫ് സംഘടിപ്പിച്ച ഒരു ചാരിറ്റി കലണ്ടറിലേക്ക് വേണ്ടിയായിരുന്നു ആ ഫോട്ടോഷൂട്ട്. മാത്തോരോയിലെ റൊക്കോ ഫോണ്ട മേഖലയിൽ താമസിച്ചിരുന്ന യമാലിന്റെ കുടുംബത്തിന് യൂണിസെഫ് നടത്തിയ നറുക്കെടുപ്പിലൂടെയാണ് ക്യാമ്പ് നൗവിൽ വെച്ച് ബാഴ്സലോണ താരത്തിനൊപ്പം ചിത്രമെടുക്കാനുള്ള അവസരം ലഭിച്ചത്. ക്യാമ്പ് നൗവിലെ സന്ദർശക ഡ്രസ്സിംഗ് റൂമിലായിരുന്നു ആ കൂടിക്കാഴ്ച നടന്നത്. യാതൊരു മുൻകൂട്ടി നിശ്ചയിച്ച പദ്ധതികളുമില്ലാതെയാണ് വിധിയുടെ നിയോഗം പോലെ മെസ്സിയും യമാലും അവിടെ കണ്ടുമുട്ടിയത്. എന്നാൽ അന്നത്തെ അന്തരീക്ഷം അത്ര എളുപ്പമുള്ളതായിരുന്നില്ലെന്ന് ഫോട്ടോഗ്രാഫർ മോൺഫോർട്ട് ഓർക്കുന്നു. സ്വതവേ നാണക്കാരനും നിശബ്ദനുമായ അന്നത്തെ 20-കാരൻ മെസ്സിക്ക് ഒരു പ്ലാസ്റ്റിക് ടബിൽ വെള്ളത്തിൽ കിടക്കുന്ന പിഞ്ചു കുഞ്ഞിനെ എങ്ങനെ എടുക്കണമെന്ന് പോലും അറിയില്ലായിരുന്നു. പരിഭ്രമിച്ചു നിന്ന യുവതാരം മെസ്സിയെ അന്നത്തെ ഫോട്ടോഷൂട്ടിൽ സഹായിച്ചത് യമാലിന്റെ അമ്മ ഷീല എപാനയായിരുന്നു. അമ്മയുടെ സഹായത്തോടെയാണ് മെസ്സി ആ കുഞ്ഞിനെ കുളിപ്പിക്കുകയും പോസ്റ്റ് ചെയ്യുകയും ചെയ്തത്. വർഷങ്ങൾക്ക് ശേഷം താൻ എടുത്ത ആ ഒരു ഫോട്ടോ ലോകകപ്പ് ഫൈനലിന്റെ പശ്ചാത്തലത്തിൽ ഇത്രയും വലിയ ചർച്ചയാകുമെന്ന് മോൺഫോർട്ട് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. ചരിത്രത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ടെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ആ സംഗമം ഫുട്ബോൾ ലോകത്തെ രാജകിരീടത്തിന്റെ കൈമാറ്റമായിരുന്നുവെന്ന് ഇന്ന് ആരാധകർ വിശ്വസിക്കുന്നു. അവിടെ നിന്നാണ് യമാൽ എന്ന കളിക്കാരന്റെ അവിശ്വസനീയമായ വളർച്ചയുടെ തുടക്കം. 15-ാം വയസ്സിൽ ബാഴ്സലോണയ്ക്കായി അരങ്ങേറ്റം കുറിച്ച യമാൽ വളരെ കുറഞ്ഞ സമയം കൊണ്ടാണ് ലോക ഫുട്ബോളിലെ മുൻനിര താരങ്ങളിലേക്ക് ഉയർന്നത്. 19-ാം വയസ്സിലേക്ക് കടന്നപ്പോഴേക്ക് 3 ലാ ലിഗ കിരീടങ്ങളും സ്പെയിനൊപ്പം ഒരു യൂറോ കപ്പ് കിരീടവും സ്വന്തമാക്കാൻ യമാലിന് സാധിച്ചു. കളിക്കളത്തിലെ തന്ത്രപരമായ നീക്കങ്ങളും വേഗതയും കൊണ്ട് ഇതിനോടകം തന്നെ ലോകത്തെ ഏത് പ്രതിരോധ നിരയും തകർക്കാൻ പോകുന്ന ഒരു വിങ്ങറായി യമാൽ മാറിയിരിക്കുന്നു. 8 തവണ ബാലൻ ഡി ഓർ സ്വന്തമാക്കുകയും അർജന്റീനയ്ക്ക് ലോകകപ്പ് നേടിത്തരികയും ചെയ്ത മെസ്സിയുടെ നേട്ടങ്ങളിലേക്ക് എത്താൻ യമാലിന് ഇനിയും ബഹുദൂരം സഞ്ചരിക്കേണ്ടതുണ്ട്. എങ്കിലും തൻ്റെ ബാല്യകാലത്ത് തന്നെ കൈകളിൽ കോരിയെടുത്ത ആ വലിയ ഫുട്ബോൾ ദൈവത്തെ ഒരു ലോകകപ്പ് ഫൈനലിൽ തോൽപ്പിക്കാൻ കഴിഞ്ഞാൽ അത് യമാലിന്റെ കരിയറിലെ ഏറ്റവും വലിയ നാഴികക്കല്ലാകും. അന്ന് ക്യാമ്പ് നൗവിലെ ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് ഫുട്ബോളിന്റെ വർത്തമാനകാല രാജാവ് ആ കുഞ്ഞിന് നൽകിയത് വെറും ഒരു സ്പർശനമായിരുന്നില്ല, മറിച്ച് വരാനിരിക്കുന്ന ഒരു പുതിയ യുഗത്തിലേക്കുള്ള അനുഗ്രഹമായിരുന്നു. ആ അനുഗ്രഹവും പ്രഭാവവും തമ്മിൽ ന്യൂയോർക്കിലെ ഈസ്റ്റ് റൂദർഫോർഡിൽ കൊമ്പ് കോർക്കുമ്പോൾ ചരിത്രം ആർക്കൊപ്പം നിൽക്കുമെന്നാണ് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത്.